ഇത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ ടൈറ്റാനിക്കിലെ റോസിനെയും ജാക്കിനെ പോലെ നിൽക്കുന്ന രണ്ടുപേരുടെ വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവിഹിത ബന്ധമാണ്. അപ്പോൾ ഈ കുടുംബശ്രീ പ്രശ്നം എന്തിന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇപ്പം വേൾഡിലെ എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല ഇത് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ക്രിയേറ്റേഴ്സ് ഇതിനെ റീക്രിയേറ്റ് ചെയ്ത് ട്രോൾ രൂപത്തിലും സർക്കസും രൂപത്തിലൊക്കെ ഇറക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗെയിംസിൽ പോലും അവിടുത്തെ സ്ക്രീനിലൊക്കെ ഇത് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ. അങ്ങ് ബോസ്റ്റണിൽ കോൾഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ ഒരു ഗാനമേള ട്രൂപ്പ്. അപ്പൊ അവരുടെ പ്രോഗ്രാമിന്റെ ഇടയിലാണ് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും രണ്ട് പാർട്ട്നേഴ്സിനെ ഇവർ അവിടുത്തെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. പക്ഷെ ഇവർ അത് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഇവർ രണ്ടൊരു ഓടി ഒളിക്കുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. അതാണ് ഇത് പ്രധാനമായിട്ടും വലിയൊരു ട്രെൻഡിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് അമേരിക്കയിലെ ആസ്ട്രോണോമർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആയ ആൻഡി ബൈറണും അവിടുത്തെ HR ആയിട്ടുള്ള ക്രിസ്ത്യൻ കബോട്ടയുമാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വേൾഡ് വൈഡ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ കോൾഡ് പ്ലേ എന്ന് പറയുന്നത് 1997 മുതലുള്ള ഒരു ട്രൂപ്പാണ്. വേൾഡിൽ മൊത്തം ഇവരിപ്പോൾ ഒരു ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വർഷം ആദ്യ സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഇവരുടെ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്ക് കാരണം അന്ന് ബുക്ക് മൈ ഷോയൊക്കെ സെർവർ പോലും ഡൗൺ ആയി പോയത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഇവരുടെ പ്രോഗ്രാമിന് ഉണ്ടായ തിരക്ക് കാരണം ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്ന ഇവർ ഇന്ത്യയിൽ തിരക്ക് കാരണം 2-3 പ്രോഗ്രാം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യ അഫയർ നടത്തുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക.